ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ഇന്നത്തെ കാലത്ത് വളരെയധികം ഓടിക്കൊണ്ടിരിക്കുന്ന സക്സസിൻ്റെ പുറകെയാണ് അല്ലേ? എങ്ങനെയാണ് നമുക്ക് വിജയം കണ്ടെത്താൻ എത്തുന്നത്, എത്ര പെട്ടെന്ന് നമുക്ക് ആ ഒരു വിജയത്തിലെത്താം എന്നൊക്കെ നമ്മളിങ്ങനെ വളരെയധികം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം പണ്ട് മുതലേ കേട്ടുമടുത്ത ഒരു കാര്യമാണ് നോളജ് ഈസ് പവർ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത്. നാം ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് എത്രമാത്രം അറിവുണ്ട് എന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലേ? ഒരു ഇൻ്റർവ്യൂവിന് നാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവേഴ്സ്, അതായത് എംപ്ലോയീസ്, നാം ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ട് എന്നതിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് വേണ്ടി മാത്രം നാം കുറേ ക്വസ്റ്റ്യൻസൊക്കെ കാണാതെ പഠിച്ച് നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്തൊക്കെ പോകും. ചിലപ്പോൾ നമുക്ക് ആ ജോലി കിട്ടിയിരിക്കും, കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മളതെല്ലാം മറന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് അങ്ങനെ പോകും. പക്ഷേ സക്സസ് നേടണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും നമുക്ക് കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എവറി ഡേ. നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, നാം ഒരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ ചെറുപ്പം കാലം മുതൽ തന്നെ സ്കൂളിൽ 1, 2 ഇങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മൾ നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പരീക്ഷ പാസ്സാവണം എന്നത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. എന്തൊക്കെയോ പഠിച്ചു നമ്മൾ പാസ്സായി, അത് കഴിഞ്ഞ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അതെല്ലാം മറന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാൽ ജീവിതത്തിലായാലും കുടുംബത്തിലായാലും ഭാവി തലമുറയിലേക്ക് നമുക്ക് പകർന്നു നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് വേണ്ടി പഠനത്തിനായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ നാം കുറച്ച് സമയം മാറ്റിവെക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുവാനും സന്തോഷമായിരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും നന്നായിട്ട് അവരെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്കൊരു ലൈഫ് ലോങ് ലേണർ ആകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.